ചിത്രത്തിൻ്റെ തുടക്കത്തിൽ അയർലൻഡിലെ നിഗൂഢമായ ഒരു വനമാണ് കാണിക്കുന്നത്. ഒരൊറ്റ മാപ്പിലും ഈ ഒരു വനത്തെക്കുറിച്ചുള്ള സൂചനകളൊന്നും തന്നെ ഇല്ലായിരുന്നു. നിരവധി പേര് ആ വനത്തിനകത്ത് കുടുങ്ങി കാണാതായിട്ടുണ്ടെന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത. ആ വനത്തിനകത്ത് കുടുങ്ങിപ്പോയ ജോൺ എന്ന യുവാവ് രക്ഷപ്പെടാനായി പ്രാണരക്ഷാർത്ഥം പായുകയാണ്. ഇരുട്ടും മുൻപ് വനത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള എക്സിറ്റ് എങ്ങനെയെങ്കിലും കണ്ടെത്തണം, അല്ലെങ്കിൽ പ്രശ്നമാണെന്ന് ജോണിനറിയാമായിരുന്നു. ഈ ഒരു സമയത്ത് ജോണിൻ്റെ വാച്ച് നിന്നുപോയി. ഏറെ നേരം ഓടിയവൻ കറങ്ങിത്തിരിഞ്ഞ് താൻ നിന്നിരുന്ന അതേ സ്ഥലത്തേക്ക് തന്നെയാണ് എത്തിച്ചേർന്നിരുന്നത്. അങ്ങനെ സമയം ഒരുപാട് പാഴാവുകയും നേരം ഇരുട്ടുകയും ചെയ്തു. അതോടെ പക്ഷികൾ കൂട്ടത്തോടെ കാട്ടിൽ നിന്നും പറന്നകലുകയാണ്. ഈ സമയത്തെല്ലാം ജോൺ ആരെയൊക്കെയോ ഭയപ്പെടുന്നുണ്ടായിരുന്നു. ഭീതിയോട് ജോൺ പ്രാണരക്ഷാർത്ഥം അവിടെയുണ്ടായിരുന്നൊരു മരത്തിലേക്ക് കയറി. നിർഭാഗ്യവശാൽ ഈ ഒരു സമയത്ത് മരത്തിൻ്റെ കൊമ്പൊടിഞ്ഞ് ജോൺ താഴേക്ക് വീണു. സാരമായ പരുക്കുകളോടെ ജോൺ സ്വയരക്ഷയ്ക്കായി ബാഗിലുണ്ടായിരുന്ന തൻ്റെ കത്തി കയ്യിലെടുത്തു. എന്നാൽ ക്ഷണനേരത്തിനുള്ളിൽ എന്തോ ഒന്ന് ജോണിനെ പിടികൂടുകയാണ്. ശേഷം കാണിക്കുന്നത് അമേരിക്കയിലെ പെറ്റ് ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന കുടിയേറ്റക്കാരിയായ മിനയെയാണ്. അവൾ ചിത്രങ്ങൾ വരച്ചിരുന്ന ഒരു കലാകാരി കൂടിയായിരുന്നു. അന്ന് പെറ്റ് ഷോപ്പിൻ്റെ ഓണർ അവിടെ ഉണ്ടായിരുന്നൊരു തത്തയെ മറ്റൊരു നഗരത്തിലുള്ള മൃഗശാലയിലേക്ക് എത്തിക്കാനായി മിനയെ നിയോഗിച്ചു. മിന ആ ഒരു പക്ഷിക്ക് ഡാർവിൻ എന്ന് പേരിട്ടു. അന്ന് മിനയുടെ അമ്മയുടെ 15ാം വർഷത്തെ ചരമവാർഷികമായിരുന്നു. അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ അവളെ ദുഃഖത്തിലാഴ്ത്തി. അതെല്ലാം മറക്കാനായി അവൾ ഒരു വിഗ് വെച്ച് അടുത്തുണ്ടായിരുന്നൊരു പബ്ബിലേക്ക് ചെന്ന് മദ്യപിക്കുകയാണ്. ഈ സമയത്ത് അവിടേക്കൊരു യുവാവ് എത്തുകയും അയാൾ അവളെ പരിചയപ്പെടുകയും ചെയ്തിരുന്നു. പിറ്റേന്ന് അവൾ തത്തയെയും കൊണ്ട് ഷോപ്പ് ഓണർ പറഞ്ഞിരുന്ന ആ ഒരു നഗരത്തിലേക്ക് യാത്രയാവുകയാണ്. പോകുന്ന വഴിയിൽ അവൾ ഇന്ധനം നിറയ്ക്കാനായി ഒരു ഗ്യാസ് സ്റ്റേഷനിൽ വാഹനം നിർത്തി. ഈ ഒരു സമയത്ത് അവളുടെ ഇരട്ട സഹോദരിയായ ലൂസി അവളെ വിളിച്ചിരുന്നെങ്കിലും മിന ഫോൺ അറ്റൻഡ് ചെയ്തിരുന്നില്ല. അതോടെ 15 വർഷമായി നീ എന്തുകൊണ്ടാണ് അമ്മയുടെ ചരമവാർഷികത്തിൽ പങ്കെടുക്കാൻ വരാത്തതെന്നും ചോദിച്ചുകൊണ്ട് ലൂസി അവൾക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു. മിന ഏറെക്കാലമായി തൻ്റെ ബന്ധുക്കളോട് ഒരടുപ്പവും കാണിച്ചിരുന്നില്ല. പിന്നീട് മിന തൻ്റെ വാഹനവുമായി യാത്ര തുടരുകയാണ്. പോകുന്ന വഴിയിലുള്ള നിഗൂഢമാർന്ന ആ ഒരു കാട്ടിൽ വെച്ച് നിരവധി പേരെ കാണാതായിട്ടുണ്ടെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ പോസ്റ്ററുകളെല്ലാം പതിച്ചിരുന്നു. എന്നാൽ മിന അത് ശ്രദ്ധിച്ചിരുന്നില്ല. അങ്ങനെ മിന ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കാണിച്ചിരുന്ന നിഗൂഢമാർന്ന ആ ഒരു കാട്ടുപാതയിലേക്ക് എത്തിച്ചേരുകയാണ്. അതോടെ മൊബൈലും റേഡിയോയും സിഗ്നൽ നഷ്ടമായി നിന്നു പോവുകയും കാർ എൻജിൻ ഫെയിലിയറായി ഓഫാവുകയും ചെയ്തു. അതോടെ മിന വാഹനത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി. അങ്ങനെ അവൾ ഇനിയൊരു തിരിച്ചുപോക്കില്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരു ബോർഡ് കാണുകയാണ്. അതോടെ അവൾ അടുത്ത എവിടെയെങ്കിലും മനുഷ്യവാസം ഉണ്ടായിരിക്കുമെന്ന് തെറ്റിദ്ധരിച്ചു. അങ്ങനെ അവൾ തൻ്റെ ബാഗും തത്തയെയും എടുത്ത് സഹായത്തിനായി ആ കാട്ടിലൂടെ നടക്കുകയാണ്. അല്പദൂരം മുന്നോട്ടേക്ക് നീങ്ങിയിട്ടും ആരെയും കാണാതായതോടെ അവൾ തിരിച്ചു നടന്നു. എന്നാൽ ഈ ഒരു സമയത്താണ് തൻ്റെ വാഹനം അവിടെ കാണുന്നില്ല എന്നുള്ള വസ്തുത അവൾ ഞെട്ടലോടെ മനസ്സിലാക്കുന്നത്. അതോടെ അവൾ ആ ഒരു കാട്ടിൽ നിന്നും രക്ഷപ്പെടാനായി ഓട്ടം ആരംഭിച്ചു. താമസിയാതെ തന്നെ നേരമിരുട്ടി. പക്ഷികൾ കൂട്ടത്തോടെ കാട്ടിൽ നിന്നും പറന്നകന്നു. ഈ ഒരു സമയത്ത് അവൾ ആ കാട്ടിലൂടെ ഓടിയിരുന്ന മാഡ്ലൈൻ എന്ന ഒരു വൃദ്ധയെ കാണുകയാണ്. അവൾ ആ ഒരു വൃദ്ധയെ പിന്തുടരാൻ ആരംഭിച്ചു. മാഡ്ലിൻ അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു ക്യാബിനിലേക്കാണ് ഓടിയിരുന്നത്. ജീവൻ വേണമെങ്കിൽ വേഗം ഇതിനകത്തേക്ക് പ്രവേശിച്ചോളൂവെന്ന് അവൾ മിനയോട് പറഞ്ഞു. മിന ഉടൻ തന്നെ ആ ഒരു ക്യാബിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ മാഡ്ലിനെ കൂടാതെ സിയാര എന്നും ഡാനിയേൽ എന്നും പേരുള്ള മറ്റു 2 പേർ കൂടിയുണ്ടായിരുന്നു. അവരിരുവരും മിനയെപ്പോലെ തന്നെ വഴിതെറ്റി അവിടേക്ക് എത്തിപ്പെട്ടതായിരുന്നു. പിന്നീട് അവർ പുറത്തുള്ള വാച്ചേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന നിഗൂഢമായ ജീവികളെപ്പറ്റി മിനയോട് പറഞ്ഞു. ആ ജീവികൾക്ക് അവരെ നിരീക്ഷിക്കാനായി അവിടെയുണ്ടായിരുന്ന കണ്ണാടി ചില്ലിനു നേരെയായി അവർ നിരന്നു നിന്നു. സൂര്യാസ്തമയം കഴിഞ്ഞാൽ ആ ജീവികൾ പുറത്തിറങ്ങുമെന്നും അവ പുറത്തുനിന്നും നമ്മളെ വീക്ഷിക്കുമെന്നും അവർ മിനയെ അറിയിച്ചു. പിന്നീട് മിന അവിടെ ഇരുന്ന വിഷമത്തോടെ തൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്തു. പിറ്റേന്ന് രാവിലെ മറ്റുള്ളവരുടെ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് മിന
കാട്ടിലൂടെ മുന്നോട്ടേക്ക് നീങ്ങി. ഈ ഒരു സമയത്ത് തൻ്റെ പേര് ആരോ വിളിക്കുന്നതായി മിനയ്ക്ക് തോന്നി. അതൊരു കൊച്ചുകുട്ടിയായിരുന്നു. എന്തിനാണ് നീ അങ്ങനെ ചെയ്തതെന്ന് ആ രൂപം മിനയോട് ചോദിച്ചു. അവളെ കണ്ട് ഭീതിയോടെ മിന തിരിഞ്ഞോടി. ഓടി അവൾ കാടിനു നടുവിലായി ഉണ്ടായിരുന്ന ഒരു കുന്നിൻ്റെ മുകളിലേക്കാണ് എത്തിച്ചേർന്നിരുന്നത്. ഒരു സമയത്ത് മാഡ്ലൈൻ അവളുടെ പക്കലേക്കെത്തി. ഇവിടേക്ക് എത്തിപ്പെട്ടവരെ നിഗൂഢമായി ഈ കാട് ഒരിക്കലും പുറത്തു പോകാൻ അനുവദിക്കില്ലെന്ന് അവൾ മിനയോട് പറഞ്ഞു. അതേപ്പറ്റി സൂചിപ്പിക്കാനായി ഇവിടെ ചില അടയാളങ്ങളുണ്ട്. അതൊരു അതിർത്തി പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഈ അടയാളങ്ങൾ ഇവിടെ സ്ഥാപിച്ചത് ഒരു പ്രൊഫസറാണെന്നും മാഡ്ലൈൻ അവളോട് പറഞ്ഞു. അങ്ങനെ അവൾ മറ്റു മാർഗമില്ലാതെ തിരികെ ക്യാബിനിലേക്ക് മടങ്ങി. വാച്ചേഴ്സ് എന്ന ആ ജീവികൾക്കായി ഡാനിയേൽ പ്രസംഗിക്കുകയും സിയാര നൃത്തം ചെയ്യുകയും ചെയ്തു. പിന്നീട് അവിടെയുണ്ടായിരുന്ന ടി-വിയിൽ ചില TV ഷോകളെല്ലാം പ്ലേ ചെയ്തു. പിറ്റേന്ന് രാവിലെ അവർ ഭക്ഷണം തേടി കാട്ടിലേക്കിറങ്ങി. സിയാര മിനയ്ക്ക് ചില ഔഷധ സസ്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു. എൻ്റെ ഭർത്താവായ ജോണും ഇവിടെയുണ്ടായിരുന്നെന്നും 6 ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം പോയെന്നും പിന്നീടൊരു വിവരവുമില്ലെന്നും സിയാര മിനയോട് പറഞ്ഞു. വാച്ചേഴ്സ് എന്ന ജീവികൾ ഭൂമിക്കടിയിലൂടെ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള നിരവധി തുരങ്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സിയാറ അതെല്ലാം മിനയ്ക്ക് കാണിച്ചു കൊടുക്കുകയും പകൽ സമയങ്ങളിൽ വാച്ചേഴ്സ് ജീവിക്കുന്നത് ഈ തുരങ്കങ്ങൾക്കുള്ളിലാണെന്നും അവളെ അറിയിക്കുകയും ചെയ്തു. ഈ ഒരു സമയത്താണ് ഞാനും ജോണും ഈ ഒരു കാട്ടിലകപ്പെട്ടിട്ട് ഏകദേശം 5 മാസമായെന്ന് സിയാര മിനയോട് വെളിപ്പെടുത്തുന്നത്. പിന്നീട് ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാഡ്ലിൻ ചില നിയമങ്ങൾ മിനയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മളൊരിക്കലും പിരിഞ്ഞു പോകരുത്. ഇരുട്ടിയാൽ പുറത്തിറങ്ങുകയോ വാതിൽ തുറക്കുകയോ ചെയ്യരുത്. വാച്ചേഴ്സിൻ്റെ മാടങ്ങളുടെ പക്കലേക്ക് പോകരുത്. ഈ നിയമങ്ങളെല്ലാം അവർ 3 പേരും വിചിത്രമായ മുഖഭാവത്തോടെ അവിടെ ഇരുന്ന് ചൊല്ലുന്നുണ്ടായിരുന്നു. CD-യിലുള്ള ഷോകൾ കണ്ടും ചിത്രം വരച്ചുമെല്ലാം മിന സമയം കഴിച്ചുകൂട്ടി. ഒരു ദിവസം മിന നേരത്തെ ഉറങ്ങാൻ കിടന്നു. അതോടെ വാച്ചേഴ്സ് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ ആരംഭിച്ചു. ഉടൻ തന്നെ മാഡ്ലിൻ ഏവരെയും കണ്ണാടിക്ക് മുൻപിൽ വാച്ചേഴ്സിനെ കാണാനായി നിർത്തി. പിറ്റേന്ന് രാവിലെ മിന ഡാനിയേലിൻ്റെ കൂടെയാണ് പുറത്തിറങ്ങിയിരുന്നത്. താനും ജോണും ചേർന്ന് കാട്ടുജീവികളെ കെണിവെച്ച് പിടിക്കാറുണ്ടെന്ന് അവൻ മിനയോട് പറഞ്ഞു. മാഡ്ലിൻ ഒരു യൂണിവേഴ്സിറ്റി ടീച്ചറായിരുന്നു. അവൾ പറയുന്നതെല്ലാം സത്യമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇത്ര കാലമായിട്ടും പാച്ചർ എന്ന ജീവികളെ താൻ കണ്ടിട്ടില്ലെന്ന് ഡാനിയേൽ മിനയോട് പറഞ്ഞു. ഇത് കേട്ട് മിന നിയമങ്ങൾ ലംഘിച്ച് ഡാനിയേൽ ഇട്ട് കൊടുത്തിരുന്ന കയറുപയോഗിച്ച് വാച്ചേഴ്സിൻ്റെ തുരങ്കത്തിലേക്കിറങ്ങി. ആ മാളത്തിനകത്ത് മനുഷ്യരുടെ ഒരുപാട് സാധനങ്ങൾ വാച്ചേഴ്സ് സൂക്ഷിച്ചു വച്ചിരുന്നു. അക്കൂട്ടത്തിൽ വീഡിയോ ക്യാമറയും ഫ്ലാഷ് ലൈറ്റും സൈക്കിളുമെല്ലാം ഉണ്ടായിരുന്നു. കയറിൽ കെട്ടി അവർ ആ സാധനങ്ങളെല്ലാം പുറത്തേക്ക് എത്തിച്ചു. ഈ ഒരു സമയത്ത് മിന തുരങ്കത്തിനുള്ളിൽ നിന്നും നിഗൂഢമാർന്നൊരു ശബ്ദം കേൾക്കാനിടയായി. വിചിത്രമായ ഭാഷ സംസാരിച്ചുകൊണ്ട് 6 വിരലുകളുള്ള ഒരു കൈ അവൾക്ക് നേരെ വന്നു. ഭീതിയോടെ മിന ഉച്ചത്തിലറി. ഡാനിയേൽ അവൾക്ക് കയറിട്ട് കൊടുക്കുകയും അവളതിൽ പിടിച്ച് മുകളിലേക്ക് കയറുകയും ചെയ്തു. കിട്ടിയ സാധനങ്ങളെല്ലാം അവർ സിയാരയെയും മാഡ്ലൈനെയും കാണിച്ചു. സൈക്കിൾ ഉപയോഗിച്ച് നമുക്കിവിടെ നിന്നും രക്ഷപ്പെടാമെന്ന് മിന പറഞ്ഞെങ്കിലും മാഡ്ലൈൻ അതിന് സമ്മതിക്കുന്നില്ല. നീ അവരെ കണ്ടോ എന്ന് മാഡ്ലൈൻ ചോദിച്ചെങ്കിലും ഇല്ലെന്ന് മിന കള്ളം പറഞ്ഞു. ഈ സമയത്താവട്ടെ ഡാനിയേൽ ക്യാമറ പുറത്ത് സ്ഥാപിക്കുകയും അത് TV-യുമായി കണക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. രാത്രിയിൽ അവർ അവിടേക്കെത്തുന്ന വാച്ചേഴ്സിനെ കാണാനായി TV-യിലേക്ക് നോക്കിയിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ആരോ വന്ന് വാതിൽക്കലിൽ മുട്ടുകയും തന്നെ അകത്തേക്ക് പ്രവേശിപ്പിക്കണമെന്ന് അവരോട് പറയുകയുമാണ്. അത് ജോണിൻ്റെ ശബ്ദമായിരുന്നു. 2 കാറുകൾ മാത്രമാണ് ഈ ഒരു സമയത്ത് TV-യിലൂടെ ദൃശ്യമായിരുന്നത്. ജോണിൻ്റെ ശബ്ദം കേട്ട് സിയാര വാതിൽ തുറക്കാനായി ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അത് വാച്ചേഴ്സിൻ്റെ തന്ത്രമായിരിക്കുമെന്നും നിനക്കും ജോണിനും മാത്രം അറിയാവുന്ന എന്തെങ്കിലും അവനോട് ചോദിക്കാനും മാഡ്ലിൻ സിയാരയോട് പറഞ്ഞു. അങ്ങനെ സിയാര അവരൊരുമിച്ച് വായിച്ചിരുന്ന ഒരു പുസ്തകത്തിൻ്റെ പേര് ജോണിനോട് ചോദിച്ചു. പക്ഷേ അവനെ അതിൻ്റെ ഉത്തരം പറയുവാനായി സാധിച്ചിരുന്നില്ല. പിന്നീട് സിയാര ജോണിൻ്റെ മുഖം അവിടെ ഉണ്ടായിരുന്ന ക്യാമറയിലൂടെ കാണിക്കാനായി അവനോട് പറഞ്ഞു. അതോടെ ജോൺ ക്യാമറയിലൂടെ അവരോട് സഹായം അഭ്യർത്ഥിക്കുകയാണ്. എന്നാൽ പൊടുന്നനെ ജോണിനെ
വാച്ചേഴ്സ് എന്ന ജീവികൾ പിടിച്ചുകൊണ്ടുപോയി. പിന്നീട് വാച്ചേഴ്സ് അവർ സ്ഥാപിച്ചിരുന്ന ആ ഒരു ക്യാമറ തല്ലി തകർത്തു. ദേഷ്യത്തോടെ വാച്ചേഴ്സ് അവിടെ ഉണ്ടായിരുന്ന വലിയ കണ്ണാടിയിൽ അടിക്കുകയും ചെയ്തിരുന്നു. വാച്ചേഴ്സിൻ്റെ കോപം ശമിപ്പിക്കാനായി മാഡ്ലൈൻ പിറ്റേന്ന് തന്നെ മിനയ്ക്ക് മാളത്തിൽ നിന്നും കിട്ടിയിരുന്ന സാധനങ്ങളെല്ലാം അതിലേക്ക് തന്നെ തിരിച്ചിട്ടിരുന്നു. ഈ ഒരു സമയത്ത് മിന തൻ്റെ കുട്ടിക്കാലത്തെ വേദനാജനകമായ ആ ഒരു സംഭവം ഓർക്കുകയാണ്. കാട്ടിൽ മിനയ്ക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന ആ ഒരു പെൺകുട്ടി അവളുടെ കുട്ടിക്കാലത്തെ രൂപമായിരുന്നു. കുട്ടിക്കാലത്ത് മിന തൻ്റെ അമ്മയുടെയും ഇരട്ട സഹോദരിയുടെയും കൂടെ യാത്ര ചെയ്യുകയായിരുന്നു. ഈ നേരത്ത് മിന ഡോറിന് പുറത്തേക്ക് കൈയിടുകയും അവളുടെ കൈ വിൻഡോ ഗ്ലാസിൽ കുടുങ്ങുകയും ചെയ്തിരുന്നു. ഈ ഒരു കാഴ്ച കണ്ട് മിനയുടെ അമ്മ ബാക്കിലേക്ക് തിരിയുകയും നിയന്ത്രണമട്ട വാഹനം മറ്റൊരു വാഹനത്തിൽ ഇടിക്കുകയും ചെയ്തു. ആ ഒരു അപകടത്തിൽപ്പെട്ടായിരുന്നു മിനയുടെ അമ്മ കൊല്ലപ്പെട്ടിരുന്നത്. പിന്നീട് മിന താൻ പരിശോധിക്കുന്ന ഓരോരോ മരങ്ങളിലായി ഓരോ മാർക്കുകൾ രേഖപ്പെടുത്തി. അന്ന് ഡാനിയേലിൻ്റെ കെണിയിൽ ഇരകളൊന്നും കുടുങ്ങിയിരുന്നില്ല. അതിനാൽ തന്നെ അവൻ ദേഷ്യത്തിലായിരുന്നു. പിന്നീട് മിന ക്യാബിനിലിരുന്ന് ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ആരോടും പറയാതെ സിയാര പുറത്തേക്കിറങ്ങി. മിന അവൾക്ക് പുറകെ ചെന്നു. സിയാര അവിടെയുള്ള തുരങ്കത്തിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാനുള്ള ഒരുക്കത്തിലായിരുന്നു. എന്നാൽ ഈ ഒരു സമയത്ത് ഇരുവരും മാഡ്ലൈൻ്റെ കരച്ചിൽ കേൾക്കുകയാണ്. അങ്ങനെ അവരിരുവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി. എന്നാൽ ഈ ഒരു സമയത്ത് ഡാനിയേൽ മാഡ്ലൈൻ്റെ കൈകൾ കെട്ടിയിടുകയായിരുന്നു. അവനെ ബോധം നഷ്ടപ്പെട്ടുവെന്ന് മാഡ്ലൈൻ ഇരുവരോടും വിളിച്ചു പറഞ്ഞു. ദേഷ്യത്തോടെ ഡാനിയേൽ അവിടെ നിന്നും ക്യാബിനിലേക്ക് ഓടി. സിയാര അവനെ പുറകെ പാഞ്ഞു. എന്നാൽ മിന ഓടിച്ചെന്ന് മാഡ്ലൈൻ്റെ കെട്ടുകൾ അഴിച്ചു കൊടുത്തു. ശേഷം അവരിരുവരും ക്യാബിനിലേക്ക് ഓടിയെങ്കിലും അതിൻ്റെ വാതിൽ പൂട്ടിയ നിലയിലായിരുന്നു. എത്ര കുട്ടി വിളിച്ചിട്ടും ദേഷ്യത്തോടെ ഡാനിയേൽ ആ ഒരു വാതിൽ തുറന്നിരുന്നില്ല. നേരം ഇരുട്ടിയതോടെ അവരിരുവരും മൃഗങ്ങളെ പിടികൂടാനായി സ്ഥാപിച്ചിരുന്ന കെണിയിൽ കയറി ഒളിച്ചു. രാത്രിയോടെ വാച്ചേഴ്സ് നിരീക്ഷണത്തിനായി ക്യാബിനരികിലേക്ക് ചെല്ലുകയാണ്. ഡാനിയേലും സിയാരയും അവിടെ ഉണ്ടായിരുന്ന കണ്ണാടിക്ക് മുൻപിലായി നിന്നു. ക്യാബിനരികിലേക്ക് പോയിരുന്ന വാച്ചേഴ്സ് ഭാഗ്യവശാൽ മാഡ്ലൈനെയും മിനയെയും കണ്ടിരുന്നില്ല. ക്യാബിനരികിലേക്ക് എത്തിയ വാച്ചേഴ്സ് ഇരുവരെയും അതിനകത്ത് കാണാതെ ക്ഷുഭിതരാവുകയും അവർക്കായുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. വാച്ചേഴ്സ് പോയ തക്കത്തിന് മാഡ്ലൈനും മിനയും വീണ്ടും ക്യാബിനരികിലേക്ക് ചെന്നു. മിന ഡാനിയേലിനോട് പറഞ്ഞു, എൻ്റെ അമ്മ ഞാൻ മൂലമാണ് മരണപ്പെട്ടത്. ആ കുറ്റബോധം എന്നെ വേട്ടയാടുന്നുണ്ട്. നീ ഇപ്പോൾ വാതിൽ തുറന്നില്ലെങ്കിൽ ഞങ്ങൾ കൊല്ലപ്പെടും. ആ കുറ്റബോധം ജീവിതകാലം മുഴുവൻ എന്നെ വേട്ടയാടും. ഇത് കേട്ടതോടെ ഡാനിയേൽ ക്യാബിൻ്റെ വാതിൽ തുറന്നു കൊടുത്തു. മാഡ്ലൈൻ ഡാനിയേലിനോട് ദേഷ്യപ്പെട്ടു. എനിക്ക് വേണമെങ്കിൽ നിന്നെ മാസങ്ങൾക്ക് മുൻപേ കൊലപ്പെടുത്താമായിരുന്നുവെന്ന് അവൾ ഡാനിയേലിനോട് പറഞ്ഞു. പിന്നീട് അവരേവരും കണ്ണാടിക്ക് മുൻപിൽ നിരന്നു നിന്നു. മനുഷ്യരെ നിരീക്ഷിക്കുന്ന വാച്ചേഴ്സിനെ അവരുടെ രൂപത്തിലേക്ക് മാറാൻ കഴിയുമെന്ന് മാഡ്ലൈൻ ഏവരെയും അറിയിച്ചു. എന്നാൽ ഈ ഒരു സമയത്ത് ഒരു വാച്ചർ സിയാരയുടെ ശബ്ദത്തിൽ സഹായം അഭ്യർത്ഥിച്ച് വാതിൽക്കലിൽ മുട്ടുകയാണ്. പിന്നീട് ദേഷ്യത്തോടെ നിരവധി വാച്ചേഴ്സ് എത്തി വാതിൽ ചവിട്ടിപ്പൊളിക്കാനായി ശ്രമിക്കുകയാണ്. അത് തടയാനായി അവരേവരും ചേർന്ന് ഒരു മേശ വാതിൽക്കലിൽ കൊണ്ടിട്ടു. ഈ ഒരു സമയത്താണവർ അവിടെ ഉണ്ടായിരുന്ന പരവതാനിക്കടിയിലായി ഒരു ഡോർ കാണുന്നത്. വാച്ചേഴ്സ് കൂടുതൽ അക്രമാസക്തരാവുന്നതിന് മുൻപ് അവർ ആ ഡോറിലൂടെ താഴേക്കിറങ്ങി. അത് വാച്ചേഴ്സിനെ നിരീക്ഷിക്കാനായി അവിടേക്ക് എത്തിയിരുന്ന പ്രൊഫസർ നിർമ്മിച്ചിരുന്ന ബങ്കറായിരുന്നു. ഭക്ഷണ സാധനങ്ങളും കമ്പ്യൂട്ടറും ഉൾപ്പെടെ നിരവധി സാധനങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ഇൻ്റർനെറ്റ് ഇല്ലാത്തതിനാൽ അവർക്ക് പുറത്തുള്ളവരുമായി കോൺടാക്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഈ നേരത്തെ മിന ആ ഒരു കമ്പ്യൂട്ടറിൽ പ്രൊഫസറുടെ കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ കാണുകയാണ്. അതിൽ ബങ്കർ നിർമ്മിക്കാനെത്തിയിരുന്ന തൊഴിലാളികളെയെല്ലാം വാച്ചേഴ്സ് കൊലപ്പെടുത്തിയെന്ന് അദ്ദേഹം നിഷ്കർഷിച്ചിരുന്നു. അടുത്തൊരു വീഡിയോയിൽ പ്രൊഫസർ തനിക്കൊരു വാച്ചറെ പിടിക്കാൻ സാധിച്ചുവെന്ന് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അതിനെ മെരുക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അവസാനത്തെ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് വാച്ചർമാരെ കൈപ്പിടിയിലാക്കാൻ തനിക്ക് സാധിച്ചില്ലെന്നും താൻ തോറ്റുപോയെന്നുമായിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം വാച്ചറെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യാനായി ക്യാബിനിലേക്ക് കയറിപ്പോവുകയായിരുന്നു. ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗവും പ്രൊഫസർ തൻ്റെ വീഡിയോയിൽ പ്രതിപാദിച്ചിരുന്നു. സൈൻ 134 ഒരു നദിയുണ്ട്. അവിടെ എൻ്റെ ഒരു ബോട്ട് കിടപ്പുണ്ട്. അതിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. പക്ഷികളെ പിന്തുടർന്നാൽ നിങ്ങൾക്ക് അവിടേക്ക് എത്താനാകും. ഈ വീഡിയോ കാണുന്നവർ രക്ഷപ്പെട്ടാൽ
തൻ്റെ ഓഫീസിലേക്ക് പോകണമെന്നും അവിടെ തൻ്റെ കുറേ കണ്ടെത്തലുകളുണ്ടെന്നും അതെല്ലാം നശിപ്പിക്കണമെന്നും പ്രൊഫസർ വീഡിയോയിൽ ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് അവർക്ക് പ്രൊഫസർ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ വെടിയൊച്ചയാണ് കേൾക്കാനായി സാധിച്ചത്. ആ ശബ്ദം കേട്ട് അവരേവരും ദുഃഖാർദ്രരായി. നാളെ നമുക്ക് രക്ഷപ്പെടാമെന്നുള്ള സന്തോഷത്തോടെ സിയാര പാട്ടുവെച്ച് ഡാനിയലിനോടൊപ്പം നൃത്തം ചെയ്തു. പിറ്റേന്ന് സംഘം പ്രൊഫസറുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അവിടെ നിന്നും രക്ഷപ്പെടാനായുള്ള യാത്ര ആരംഭിച്ചു. വഴി മനസ്സിലാക്കാനായി മിന കൂട്ടിലുണ്ടായിരുന്ന തത്തയെ തുറന്നുവിട്ടു. അങ്ങനെ ആ ഒരു തത്തയ്ക്ക് പിന്നാലെ അവരേവരും മുന്നോട്ട് പായുകയാണ്. പോകുന്ന വഴിയിൽ അവർ കല്ലിൽ കൊത്തിവെച്ച ഒരു ചിഹ്നം കാണാനിടയായി. മാഡ്ലിൻ അതേപ്പറ്റി അവരോട് വിശദീകരിക്കുകയാണ്. യക്ഷികളെ മനുഷ്യർ തടങ്കലിലാക്കിയിട്ടുള്ളതാണ് ഈ ഒരു സ്ഥലം. അന്നു മുതലേ യക്ഷികൾ മനുഷ്യർക്കെതിരായി യുദ്ധം ചെയ്യാനായി തിരിച്ചു വരാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ചിറകുകൾ നഷ്ടപ്പെട്ടിരുന്നതിനാൽ അവർക്കിപ്പോൾ സൂര്യപ്രകാശത്തിൽ നിൽക്കാനായി സാധിക്കുകയില്ല. സംഘം മുന്നോട്ടേക്ക് നീങ്ങി. ഈ സമയത്ത് മിന കൊച്ചു പെൺകുട്ടികളുടെ രൂപത്തിലോടുന്ന വാച്ചേഴ്സിനെ കണ്ടിരുന്നു. അല്പസമയത്തിനകം തന്നെ അവിടെ മഴ പെയ്യാൻ ആരംഭിച്ചു. ഇരുട്ട് പിടിച്ചു തുടങ്ങിയതോടെ ഭീതിയോടെ അവരേവരും വേഗത്തിൽ മുന്നോട്ടേക്ക് നീങ്ങുകയാണ്. ഈ സമയത്ത് അപായ സൂചന കാണിച്ചുകൊണ്ട് പക്ഷികൾ കാട് വിട്ട് പറന്നകലുകയാണ്. രാത്രിയായതോടെ വാച്ചേഴ്സ് തങ്ങളുടെ മാളങ്ങളിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഭാഗ്യവശാൽ അവരേവർക്കും ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ പ്രൊഫസർ പറഞ്ഞിരുന്ന ആ ഒരു പുഴക്കടവിലേക്ക് എത്തിച്ചേരാനായി സാധിച്ചിരുന്നു. സ്ത്രീകൾ 3 പേരും ബോട്ടിലേക്ക് ഓടി. ഈ ഒരു സമയത്ത് ഡാനിയേൽ ജോണിൻ്റെ ശബ്ദം കേട്ട് അവിടെ നിന്നു. പിന്നീട് സിയാരയും മിനയും കാണുന്നത് ഡാനിയേൽ ജോണിൻ്റെ ശരീരം വലിച്ചുകൊണ്ടുവരുന്ന കാഴ്ചയാണ്. അത് ജോണിൽ നിന്ന് വിളിച്ചു പറയുന്നതിലും മുൻപ് ജോണിൻ്റെ വേഷത്തിൽ ഡാനിയേലിൻ്റെ പക്കലേക്ക് എത്തിയിരുന്ന വാച്ചർ അവനെ കൊലപ്പെടുത്തിയിരുന്നു. പിന്നീട് അവർ 3 പേരും പ്രൊഫസറുടെ ബോട്ടിൽ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. ഈ ഒരു സമയത്ത് നിരവധി വാച്ചേഴ്സ് അവിടേക്കെത്തി അവരെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. വാച്ചേഴ്സിനെ ആ വനം വിട്ടുപോകാൻ സാധിക്കില്ലെന്ന് മാഡ്ലൈൻ അവരോട് പറഞ്ഞു. പിറ്റേന്ന് രാവിലെയോടുകൂടി അവർ ഒരു പാലത്തിനരികിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ അവർ അതുവഴി വന്ന ഒരു ബസ്സിലേക്ക് കയറി അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. വീട്ടിലേക്കെത്തി കുളിക്കുന്ന സമയത്ത് മിന വീണ്ടും തൻ്റെ അമ്മയെക്കുറിച്ചോർത്തു. അന്ന് ആ ഒരു അപകടത്തിൽപ്പെട്ട് കിടന്നിരുന്ന മിനയെ അവളുടെ സഹോദരിയായ ലൂസിയായിരുന്നു വിളിച്ചെഴുന്നേൽപ്പിച്ചിരുന്നത്. പിന്നീട് മിന ആ ഒരു പ്രൊഫസറുടെ അവസാന ആഗ്രഹം സഫലീകരിക്കാനായി അദ്ദേഹത്തിൻ്റെ സർവകലാശാലയിലേക്ക് പോവുകയാണ്. താൻ അദ്ദേഹത്തിൻ്റെ മരുമകളാണെന്നാണ് മിന അവിടെ പറഞ്ഞിരുന്നത്. മിന അവർ താമസിച്ചിരുന്ന ആ ഒരു ക്യാബിൻ്റെ ബ്ലൂ പ്രിൻ്റ് കണ്ടെത്തി. പിന്നീട് മിന പ്രൊഫസർ വാച്ചേഴ്സിനെ കുറിച്ച് എഴുതിയിരുന്ന ഒരു പ്രബന്ധം കാണുകയാണ്. മനുഷ്യരും യക്ഷികളും തമ്മിൽ യുദ്ധമുണ്ടാകുന്നതിന് മുൻപ് ഇരുകൂട്ടരും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. മനുഷ്യരിൽ ചിലർ യക്ഷികളെ വിവാഹം കഴിക്കുകയും അതിലവർക്ക് കുട്ടികളുണ്ടാവുകയും ചെയ്തിരുന്നു. അങ്ങനെയുണ്ടായ കുഞ്ഞുങ്ങൾ മനുഷ്യരുടെയും യക്ഷികളുടെയും സങ്കരയിനം സ്വഭാവമാണ് കാണിച്ചിരുന്നത്. പിന്നീട് മിന ചില ഫോട്ടോഗ്രാഫുകൾ കാണുകയും അതിൽ നിന്നും നിഗൂഢമാർന്ന ചില സത്യങ്ങൾ ഭീതിയോടെ മനസ്സിലാക്കുകയും ചെയ്തു. ഞെട്ടലോടെ അവൾ ആ രാത്രിയിൽ തന്നെ സിയാറയെ സന്ദർശിക്കാനായി പോയി. മാഡ്ലൈൻ പ്രൊഫസറുടെ ഭാര്യയായിരുന്നുവെന്ന് അവൾ സിയാറയോട് വെളിപ്പെടുത്തി. ശേഷം അവൾ താൻ കണ്ടിരുന്ന ആ ഫോട്ടോകൾ സിയാറയെ കാണിച്ചു. 2001 ശ്വാസകോശാർബുദം ബാധിച്ചാണ് മാഡ്ലൈൻ മരണപ്പെട്ടിരുന്നത്. പ്രൊഫസർ ഒരു വാച്ചറെ പിടികൂടിയിരുന്നത് തൻ്റെ ഭാര്യയെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു. ആ ഒരു വാച്ചർ ഭാര്യയുടെ രൂപത്തിലേക്ക് മാറിയെങ്കിലും അത് പ്രൊഫസറോട് ഇണങ്ങിയിരുന്നില്ല. അവർക്കൊപ്പം ക്യാബിനിലുണ്ടായിരുന്നത് മാഡ്ലൈൻ്റെ രൂപത്തിലേക്ക് മാറിയിരുന്ന ആ ഒരു വാച്ചറായിരുന്നുവെന്ന് ഈ ഒരു സമയത്താണ് ഇരുവരും മനസ്സിലാക്കുന്നത്. അറിയാതെയാണെങ്കിലും അവരിരുവരും ചേർന്ന് വാച്ചർ എന്ന നിഗൂഢ ജീവിയെയാണ് ആ ഒരു വനത്തിൽ നിന്നും പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു സമയത്ത് അവിടേക്കൊരു കാർ വന്നു. അതിൽ നിന്നും പുറത്തിറങ്ങിയത് സിയാരയാണ്. അപ്പോഴാണ് ഇതുവരെയും തന്നോട് സംസാരിച്ചിരുന്നത് മാഡ്ലൈൻ്റെ രൂപത്തിൽ നിന്നും സിയാരയുടെ രൂപത്തിലേക്ക് മാറിയിരുന്ന വാച്ചറാണെന്ന് മിന ഞെട്ടലോടെ തിരിച്ചറിയുന്നത്. പൊടുന്നനെ വാച്ചർ ചുമരിലൂടെ ഇഴഞ്ഞു നീങ്ങുകയും ജോണിൻ്റെ ശബ്ദത്തിൽ സിയാരയോട് സംസാരിച്ച് അവളെ അടിച്ചു വീഴ്ത്തുകയും ചെയ്തു. മിന ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ജോണിൻ്റെ രൂപത്തിലുണ്ടായിരുന്ന വാച്ചർ അവളെ പിടികൂടുകയും അടിച്ചു വീഴ്ത്തുകയും ചെയ്തു. പിന്നീട് വാച്ചർ ഡാനിയേലിൻ്റെ രൂപം സ്വീകരിച്ച് കാട്ടിൽ നിന്നും രക്ഷപ്പെടുത്തിയതിന് മിനയോട് നന്ദി പറഞ്ഞു.
പിന്നീട് വാച്ചർ വീണ്ടും മാഡ്ലൈൻ്റെ രൂപത്തിലേക്ക് മാറി. ഏറെ നാളായി ഞാൻ ആ കാർഡ് വിടാൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് വാച്ചർ മിനയോട് പറഞ്ഞു. കാരണം സൂര്യപ്രകാശത്തിൽ നടക്കാൻ കഴിഞ്ഞിരുന്ന ഈ ഒരു വാച്ചറെ മറ്റു വാച്ചേഴ്സ് എല്ലാം പരിഹസിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ കാട്ടിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു പ്രൊഫസറുടെ ക്യാബിനിലേക്ക് ഈ ഒരു വാച്ചർ ചെന്നിരുന്നത്. എന്നാൽ താൻ ഉദ്ദേശിച്ച കാര്യം നടക്കില്ലെന്ന് മനസ്സിലായതോടെ പ്രൊഫസർ വാച്ചറെ വെടിവെച്ച് കൊല്ലാനായി ശ്രമിച്ചു. അതോടെ ഈ ഒരു വാച്ചർ പ്രൊഫസറെ കൊലപ്പെടുത്തിയിരുന്നു. പിന്നീട് ആ ഒരു വാച്ചർ പ്രൊഫസറുടെ രൂപത്തിലേക്കും മിനയുടെ രൂപത്തിലേക്കും മാറി മിനയെ കൊന്ന് അവളുടെ വ്യക്തിത്വം സ്വീകരിക്കാമെന്ന് ആ ഒരു വാച്ചർ തീരുമാനിച്ചു. വാച്ചർ അതിനായി ഒരുങ്ങിയപ്പോൾ മിന പ്രൊഫസർ കണ്ടുപിടിച്ചിരുന്ന ഒരു സത്യം വാച്ചറോട് വെളിപ്പെടുത്തുകയാണ്. സൂര്യപ്രകാശത്തിൽ നടക്കാൻ കഴിഞ്ഞിരുന്ന ഈ ഒരു വാച്ചർ മനുഷ്യനും യക്ഷിക്കുമുണ്ടായ സങ്കരയിനമാണ്. അതുകൊണ്ടാണ് മാഡ്ലൈനായി വേഷം മാറി നടന്നിരുന്ന സമയത്ത് ദേഷ്യമടക്കമുള്ള മനുഷ്യ സഹജമായ വികാരങ്ങൾ ഈ ഒരു വാച്ചർക്കും അനുഭവപ്പെട്ടിരുന്നത്. കാട്ടിലെ വാച്ചർമാർ മനുഷ്യർ നാട് കടത്തിയിരുന്ന യക്ഷികളാണ്. സത്യങ്ങൾ മനസ്സിലാക്കിയതോടെ ആ ഒരു വാച്ചർക്ക് ചിറകുമുളച്ചു. അത് മിനയെ ഉപദ്രവിക്കാതെ പറന്നകന്നു. പിന്നീട് മിന അടിയേറ്റ് കിടന്നിരുന്ന സിയാരയുടെ പക്കലേക്ക് പോയി അവളെ വിളിച്ചുണർത്തി. ദിവസങ്ങൾക്കു ശേഷം മിന തൻ്റെ ഇരട്ട സഹോദരിയായ ലൂസിയെ കാണാനായി ചെന്നു. ആ കാടിനുള്ളിൽ വെച്ച് തനിക്കുണ്ടായ അനുഭവങ്ങളെല്ലാം അവൾ ലൂസിയുമായി പങ്കുവച്ചു. വാച്ചർ പല രൂപത്തിൽ തന്നെ നിരീക്ഷിക്കുന്നതായി മിനയ്ക്ക് തോന്നാറുണ്ടായിരുന്നു. ഒരു സമയത്ത് അവളുടെ തത്ത ഒരു കുട്ടിയുടെ രൂപത്തിൽ മിനയെ വീക്ഷിച്ചിരുന്ന വാച്ചറെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടിയുടെ രൂപത്തിൽ മനുഷ്യർക്കിടയിൽ നടന്നിരുന്ന ആ ഒരു വാച്ചറെ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്.